ഞാൻ ഇന്ന് തന്നെ ചർച്ചയ്ക്ക് പലരെയും വിളിച്ചതാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടെടുക്കുവാനായിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇങ്ങനെ പരസ്യമായിട്ട് വന്ന് എന്തെങ്കിലും പറയുന്നതിന് വേണ്ടി അവർ മാറി നിൽക്കുകയാണ്. തടിയൻ്റെ നസീറിനെ അനുകൂലിക്കുന്നു എന്നല്ല പറയുന്നത്, തള്ളിപ്പറയുക തന്നെയാണ്. പക്ഷേ പരസ്യമായ ഒരു സംവാദത്തിലേക്ക് വരുന്നില്ല. അല്ല, നോക്കൂ, തള്ളി പറയേണ്ടുന്ന സ്ഥലത്ത് തള്ളി പറയാതിരിക്കുക എന്ന് പറയുന്നതും ഒരു കുറ്റം തന്നെയാണ്. ടു സിൻ ബൈ സൈലൻസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ മിണ്ടാതിരിക്കുക ഇങ്ങനത്തെ വിഷയങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ വോക്കലായി മാറുകയും എന്നാൽ തെറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ടു സിൻ ബൈ സൈലൻസ് എന്ന് പറയുന്നത് തന്നെയാണ്. ഉദാഹരണത്തിന് PDP തടിയന്റെ നസീർ ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ പക്ഷേ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഇക്കാര്യത്തിൽ ഒരു ചർച്ച എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ മദനിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തടിയന്റെ നസീർ നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കളമശ്ശേരി ബസ് കത്തിക്കൽ ഉൾപ്പെടെ. മഞ്ജുഷ്, അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, പരസ്യമായി ഇയാളെ തള്ളി പറയാനായിട്ട് അവർക്ക് സാധിക്കും. തീവ്രവാദവുമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്കോ ഞങ്ങളുടെ നേതാക്കന്മാർക്കോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. റാഡിക്കൽ എലമെന്റുകളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല എന്ന് പറയും. ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന ആളിനെ ഞങ്ങൾ ഒരു തരത്തിലും സംരക്ഷിക്കുകയില്ല, വാക്കുകൊണ്ടാണെങ്കിലും ഞങ്ങൾക്ക് എതിർക്കാൻ സാധിക്കുന്ന സമയത്ത് ഞങ്ങൾ എതിർക്കും എന്ന് പറയാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷേ അങ്ങനെ പറയേണ്ടുന്ന ഉത്തരവാദിത്വം, ഇപ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ 4 പേര് അല്ലാതെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, ഈ 4 പേർക്കും അത് സാധിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർക്ക് സാധിക്കാത്തത്? ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ മിണ്ടാതിരിക്കുന്ന, ഒരു വിഷയങ്ങളിലും പ്രതികരിക്കാതിരിക്കുന്ന ആൾക്കാരെക്കുറിച്ചോ വിഭാഗങ്ങളെക്കുറിച്ചോ സംഘടനകളെക്കുറിച്ചോ അല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളിലും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി വോക്കലാകുന്ന, ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ഇപ്പോൾ ഇസ്ലാമോഫോബിയയാണ് മറ്റുള്ള ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന, ചില സമയങ്ങളിലൊക്കെ തന്നെ ഇരവാദം ഇറക്കുന്ന നിരവധി ആൾക്കാരും സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ വിഷയങ്ങളിൽ വളരെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കേസുകളിൽ പോലും അവരുടേതായിട്ടുള്ള മൗനം വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് പാപമാണ്. കാരണം മിണ്ടേണ്ടുന്ന ആളാണ്. ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ, തീവ്രവാദ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളിന് ജയിലിൽ യഥേഷ്ടം കിടന്ന് വിരകാനുള്ള ഒരു സാഹചര്യം പരപ്പന അഗ്രഹാര ജയിലിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം വരികയും അയാൾക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും അവിടേക്ക് ഫണ്ട് വേണമെങ്കിൽ ഫണ്ട്, മൊബൈൽ വേണമെങ്കിൽ മൊബൈൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആക്സസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ പറഞ്ഞിരിക്കുകയാണ് എങ്കിൽ പിന്നെ ഇയാളെ തള്ളി പറയുന്നതിന് രണ്ടാമതൊന്ന് ആലോചിക്കുന്നതിനാണ്. ഇതിപ്പോൾ വേറെ ആരെങ്കിലും ഒരാളായിരുന്നുവെങ്കിൽ ഇത് ചെയ്യില്ലേ? ഇപ്പോൾ നമ്മൾ മതത്തിൻ്റെ കാര്യം ഇതിൽ പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം, ഇതൊരു ഹിന്ദു നാമധാരി ആയിരുന്നുവെങ്കിൽ, ഒരു സിഖ് നാമധാരി ആയിരുന്നുവെങ്കിൽ ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക? അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ നമുക്ക് പ്രതികരിക്കാൻ കഴിയും. അപ്പോൾ മതത്തിൻ്റെ പേരിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിലപാടെടുക്കുക, മതത്തിൻ്റെ പേരിൽ നമ്മൾ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ചുരുങ്ങിയത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളെങ്കിലും മിണ്ടേണ്ടതല്ലേ? അപ്പോൾ അവരും മിണ്ടുന്നില്ല. അതുകൊണ്ടാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചിരുന്നു. സാധാരണ ഇങ്ങനെ ജയിലിൽ ഭീകരപ്രവർത്തനത്തിന് സഹായം കിട്ടുകയാണ് എങ്കിൽ ആ സംസ്ഥാന സർക്കാരുകൾ പ്രതിക്കൂട്ടിലാകാറുണ്ട്. കർണാടകം ഭരിക്കുന്ന സർക്കാരിൻ്റെ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികളെ ഇവിടെ ചർച്ചയ്ക്ക് ചോദിച്ചപ്പോൾ അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ല, നോക്ക്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. കാരണം ഒരു വശത്ത് വേണമെങ്കിൽ അവർക്ക് PDPയെ, പിന്നെ തടിയൻ്റെ നസീറും പിന്നെ മദനിയും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ നിലവിൽ LDFനൊപ്പം നിൽക്കുന്ന PDPയെ വേണമെങ്കിൽ അവർക്ക് ആക്രമിക്കാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവർ നേരിടുന്ന പ്രശ്നം അവരുടെ സർക്കാരാണ് ഇപ്പോൾ കർണാടകയിൽ ഭരിക്കുന്നതെന്നുള്ളതാണ്. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 3 ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് കൊണ്ട് ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, ഒരു ലാർജർ ഡിസൈൻ, ഒരു ഗ്രാൻഡ് ഡിസൈൻ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഒരു കാര്യം. 2, അൺചെക്ഡ് ആയിട്ടുള്ള ആക്സസ് ഈ തടിയൻ്റെ നസീറിന് ഈ ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് തടിയൻ്റെ നസീറുമായിട്ട് കിട്ടണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് 2 ഉദ്യോഗസ്ഥരെ ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വ്യവഹാര നടപടിയുടെ ഭാഗമായിട്ട് ഇയാളുടെ മൂവ്മെന്റ് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് ഒരു ടെററിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടുകയും അത് പുറത്തേക്ക് ലീക്ക് ചെയ്യുകയും ചെയ്യണമെങ്കിൽ അവർക്ക് ആക്സസ് ഉണ്ടാകേണ്ടത് ഇന്നർ സർക്കിളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളിൻ്റെ ആക്സസ് അവർക്ക് കിട്ടുന്നു. ഈ ജയിലിലേക്ക് ഒരുപക്ഷെ കൗൺസിലിംഗ് എന്നുള്ള പേരിൽ ആൾക്കാർക്ക്, ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കമുള്ള ആൾക്കാർക്ക് അതിനെ ഒന്ന് ഈസ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഈ സൈക്കോളജിസ്റ്റുകളെയും സൈക്കൈട്രിസ്റ്റുകളെയും ഒക്കെ കൊണ്ടുതന്നെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കണ്ടെത്തി അയാൾ വഴി ഒരുപക്ഷെ അൺചെക്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ്, അയാൾ വഴി വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് എത്തിക്കാം, മൊബൈൽ ഫോൺ വഴി മറ്റാൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് സാധിച്ചെടുക്കാം എന്നൊക്കെ ചിന്തിച്ച് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇത് ജയിലിൽ കിടക്കുന്ന ഒരാളിന് കഴിയില്ല. ഇയാളെക്കാൾ കൂടുതൽ സ്വാധീന ശക്തിയുള്ള, ഇയാളെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള കുറേയധികം ആൾക്കാർ ഇവിടെ പുറത്തുള്ളത് കൊണ്ടാണ്. അതല്ല എങ്കിൽ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇപ്പോൾ ആരൊക്കെ ഇനി വരണം? അവിടെ ചെക്കിങ്ങിന്റെ ഭാഗമായി ഇത്രയും കാലം ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വരണം, ജയിലിന്റെ മേധാവികളായിട്ടുള്ള ആൾക്കാർ വരണം. എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഈ സിവിലിയൻ ബന്ധത്തിനെ പറ്റി അന്വേഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ കിടക്കുന്ന ഒരാളിന് പണം എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ജയിലാണ്,
ഹൈ സെക്യൂരിറ്റി പ്രസൻ ആണെങ്കിൽ അവിടെ CCTV സർവൈലൻസ് ഉണ്ടാകണം. അവിടേക്ക് വരുന്ന ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അവര് ഈ വിസിറ്റേഴ്സുമായിട്ട് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വന്നിരിക്കുന്ന സിവിലിയനായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു തീവ്രവാദ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള മുങ്ങി നടക്കുന്ന ഒരാളിന്റെ അമ്മ, അങ്ങനെ ഒരാളിനെ തടിയന്റെ വിട നസീറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ജയിൽ അധികൃതർ അനുവദിക്കുന്നത് എന്തിനാണ്? ഇവർ തമ്മിൽ എന്താണ് ബന്ധം? എന്ത് തരത്തിലാണ് കമ്മ്യൂണിക്കേഷൻസ് നടക്കേണ്ടത്? അപ്പൊ ഇതിനൊക്കെ കുറെ പ്രോട്ടോകോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജയിലിൽ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ അല്ലെങ്കിൽ ഹൈ സെക്യൂരിറ്റി പ്രസനുകളിലുള്ള ആൾക്കാരെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാതിരിക്കാനായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണം. അവർക്കൊരിക്കലും ഫോൺ ആക്സസ് കിട്ടാൻ പാടില്ല. പുറത്തു നിന്നുള്ള ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ആൾക്കാർ ഇവരെ ആക്സസ് ചെയ്യാൻ പാടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടും വളരെ അനുവദിക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് അവരുടെ അഭിഭാഷകനോട് പോലും ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കുറേയധികം പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടോകോൾസിനെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് യഥേഷ്ടം ഇയാൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആ ജയിലിൽ കിടന്ന് വരുന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പൊളിറ്റിക്കലായിട്ടുള്ള സ്വാധീനം അതിൽ ഉണ്ടായിട്ടുണ്ട്. ആ പൊളിറ്റിക്കലായിട്ടുള്ള സ്വാധീനം കൊണ്ട് തന്നെയാണ് ജയിലിൽ അൺചെക്ഡ് ആക്സസ് അയാൾക്ക് കിട്ടിയിരുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ചോദ്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ PDPയുടെ ആൾക്കാർക്കാണെങ്കിലും മദനിയുമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിനെ തള്ളിപ്പറയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരുപക്ഷെ സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം പിന്നീട് വന്നിട്ട് ഇത് ഇസ്ലാമോഫോബിയാണ് എന്നൊക്കെ പറയുന്നത്. ഇത് ഇസ്ലാമോഫോബിയ അല്ല, ഇവിടെ ആൾക്കാർക്കുള്ള ഭയം തീവ്രവാദത്തിനെ കുറിച്ചാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ വന്നിരിക്കുന്ന സൈക്കാട്രിസ്റ്റ്, അയാളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ ഒരു ഹിന്ദുവാണെന്ന് മനസ്സിലാവും. നാഗരാജു എന്നാണ് പേര്. ഇനി വേറെ എന്തെങ്കിലും മതമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിലവിൽ അയാൾ ഒരു ഹിന്ദുവാണ് എന്ന് കഴിഞ്ഞാൽ എനിക്ക് അയാളെ പറ്റി കേൾക്കുമ്പോൾ ഇസ്ലാമോഫോബിയ അല്ല, മനുഷ്യ പേടിയാണ് തോന്നുന്നത്. ആ പേടി വരുന്നതിന് കാരണം ഒരു ടെററിസ്റ്റ് അപ്പോളജിസ്റ്റ് എന്ന് പറയുന്നത് ടെററിസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള അതിർവരമ്പ് എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. നിങ്ങളൊരു ടെററിസ്റ്റ് അപ്പോളജിസ്റ്റ് ആണെങ്കിൽ, ഒരു തീവ്രവാദത്തിനെ സഹായിക്കുന്ന രീതിയിലത്തേക്കുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ യു ആർ നോ ലെസ് ദാൻ എ ടെററിസ്റ്റ്. നിങ്ങളൊരു ഭീകരവാദിയാണ്. നിങ്ങളെ ഭയപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഭീകരവാദം തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഭയപ്പെടണം. അപ്പോൾ അതിൻ്റെ പേരിൽ അയാളുടെ ജാതിയോ മതമോ അയാൾ നാളെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ പേരിൽ ഒന്നും അല്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ടത്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് നിന്റെ ജാതിയോ മതമോ എന്തായാലും, ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും നിന്നെ തള്ളിപ്പറയുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ ഒരു ഹിന്ദുവാണെന്ന് അസ്യൂം ചെയ്ത് ഞാനും ഹിന്ദുവാണ് എന്ന് കരുതി എനിക്ക് അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് കാര്യമുണ്ടോ? ഇല്ല. കോളിംഗ് എ സ്പേഡ് എന്ന് പറയുന്ന സാധനത്തിന് നട്ടെല്ലെന്ന് പറഞ്ഞൊരു സാധനം വേണം. നമ്മുടെ ലോയൽറ്റി എവിടെയാണ് എന്നുള്ളതിൻ്റെ ഒരു കാര്യം അവിടെ വരണം. അപ്പോൾ നമ്മളിവിടെ ഒരു മതവിഭാഗത്തിനെ വളർത്തുന്നതിനോ ഒരു ജാതിയോ സമുദായത്തിനെ വളർത്തുന്നതിനോ ഒന്നും അല്ല ഇവിടെ ശ്രമിക്കേണ്ടത്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ രഹസ്യമായിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും പാപമാണ് ചെയ്യുന്നത്. ആ പാപം എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്, തീവ്രവാദമാണ്. ശരി, സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ രാജ്